നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ കണക്കൂട്ടൽ പോലെയൊന്നുമല്ല. മുന്തിരിച്ചക്കൻ അരികെ വെച്ച് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ഗിദെയോൻ സ്തോത്രം, അല്ലയോ പരാക്രമശാലി, നീ ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്യരെ തോൽപ്പിക്കുമെന്നൊക്കെ പറയും. ഞാൻ എങ്ങനെ തോൽപ്പിക്കും? ഞാൻ സ്തോത്രം എൻ്റെ കുലത്തിൽ ഏറ്റവും ചെറിയവൻ, ഞാൻ എങ്ങനെ തോൽപ്പിക്കുമെന്നായി പറയണം. നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന്. സ്തോത്രം. ഈ പുള്ളിക്ക് വിശ്വാസമൊന്നും വന്നില്ല. ഈ പുള്ളി പിന്നെയും ചോദിക്കുക, ഞാൻ തോലിടാൻ പോവുകയാണ്. സ്തോത്രം. ഈ തോൽമേൽ മഞ്ഞ് വീഴണം, ബാക്കി ഒരിടത്തും വീഴാൻ പാടില്ല. ദൈവം അതും ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ടും വിശ്വാസം വരുന്നില്ല. പുള്ളി തിരിച്ചൊന്നോടെ പറഞ്ഞു, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോൽ ഉണങ്ങിയിരിക്കണം, പക്ഷേ ഇതിൻ്റെ ചുറ്റും മഞ്ഞ് വേണം. കർത്താവ് അങ്ങനെയും ചെയ്തു. എന്നിട്ടും പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. പുള്ളി ഒരു 32,000 എണ്ണത്തെ കൂട്ടി. സ്തോത്രം. ഒരു 32,000. ഇനി നടക്കും. ഇപ്പം എത്ര പേരുണ്ട്? 32,000 പേരുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ കൂടെയുള്ളവർ അധികമാണെന്ന് പറഞ്ഞു. അവിടെയും പാളിയിലോ പരിപാടി. സ്തോത്രം. ഇതിൽ ഭയവും ഭീതിയുള്ളവരൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോഴത്തേക്ക് 20,000 പോയി. ബാക്കി എത്രയാ? 10,000. അപ്പോൾ ഗിദെയോനൊരു സംശയം, 10,000 ഉണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, 10,000 നീ അവരെ കൊണ്ട് നേരെ തോട്ടിലേക്ക് എല്ലാം പറഞ്ഞു. എന്നിട്ടോ പട്ടി നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിക്കുന്നവരെ മാറ്റാൻ പറഞ്ഞു. സ്തോത്രം. 300 എണ്ണം. 30,000 എവിടെ കിടക്കണു? 300 എവിടെ കിടക്കണു? ഉള്ള ധൈര്യം മുഴുവൻ പോയി. സ്തോത്രം. ദൈവമക്കളെ, എന്നെ നിങ്ങളെയും കൊണ്ടൊന്ന് സീറോയിലാക്കും. സീറോയിലാക്കി കഴിയുമ്പോൾ നീ പറയും, ഇനി ദൈവത്തിനല്ലാതെ സഹായിപ്പാൻ മറ്റാർക്കും കഴിയത്തില്ല. സ്തോത്രം. അവിടെ നിന്ന് 2 കൈ ഉയർത്തി ഗിദെയോൻ പറഞ്ഞു കാണും, എൻ്റെ പൊന്നു ദൈവമേ, ഈ 300 പേരെ കൊണ്ട് എങ്ങനെ നടക്കുമെന്നാ പറയുന്നത്? നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വാളും കുന്തം എടുക്കാനല്ല പറഞ്ഞേ, പൊട്ടിപ്പോകുന്ന കല എടുക്കാനാണ് പറഞ്ഞത്. കുടം എടുക്കാൻ പറഞ്ഞു. ശത്രു കാണത്തക്കോണം പന്തം എടുക്കാൻ പറഞ്ഞു. നേരെ ഓപ്പോസിറ്റാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. സ്തോത്രം. എന്നിട്ടും ഈ പുള്ളിക്ക് ആകപ്പാടെ പിന്നേതായി. ഈ പുള്ളിയെ ഉറപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? ഒരു സ്വപ്നം ശത്രുപാളയത്തിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പേടി ഉണ്ടെങ്കിൽ നിന്റെ ബാല്യക്കാരനായിട്ട് വേണേ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. പുള്ളി കേട്ടില്ല. കേട്ട പാതി കേൾക്കാത്ത പാതി സ്തോത്രം ചാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാ. നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിൻ്റെ മുമ്പിൽ നമുക്കിപ്പോഴും പേടിയാ, അല്ലേ? സത്യമല്ലേ? സ്തോത്രം. ആ പേടി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾപ്പിച്ചിട്ട് സ്വപ്ന വ്യാഖ്യാനോടെ കേൾപ്പിച്ചു. എൻ്റെ ദൈവം നമ്മെ എത്ര സ്നേഹിക്കുന്നു ചോദിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലമൊക്കെ നമ്മുടെ ദൈവത്തിന് അറിയാം കേട്ടോ. നമ്മുടെ ബലം ദൈവത്തിന് അറിയാം കേട്ടോ. ഞാൻ ഒരു ബലവും ഇല്ലാത്തവനാ, ഞാൻ ബലഹീനനാണെന്ന് എൻ്റെ ദൈവത്തിനറിയാം. പക്ഷെ എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ ധൈര്യപ്പെടുത്തുവാൻ, എന്നെ ശക്തിപ്പെടുത്തുവാൻ ഇതുപോലെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്